ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 100K ഉണ്ട്, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് വരുന്ന ചോദ്യം എവിടെ വാങ്ങിക്കണം? സിഡ്നിയിൽ വാങ്ങിക്കണോ, വിക്ടോറിയയിൽ വാങ്ങിക്കണോ, ക്യൂൻസ്ലൻഡ് വാങ്ങിക്കണോ, സൗത്ത് ഓസ്ട്രേലിയ വാങ്ങിക്കണോ, വെസ്റ്റേൺ ഓസ്ട്രേലിയ പഠിക്കണോ, അതോ ടെസ്മാനിയ പഠിക്കണോ? ഈ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്, അല്ലേ? പക്ഷേ ഒരു കൺഫ്യൂസ്ഡാണ് ഏത് സ്റ്റേറ്റിൽ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ഈ ഒരു ഡിസിഷനിൽ നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ 100K അല്ലെങ്കിൽ അതിൽ കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓരോ സ്റ്റേറ്റിൽ വാങ്ങിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഏത് സ്റ്റേറ്റാണ് നിങ്ങളുടെ സിറ്റുവേഷന് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പേര് സുദേശ്, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, സ്വന്തമായിട്ട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എവിടെ വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം എന്ന് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ വാങ്ങിക്കണം എന്നുള്ള കാര്യത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾ NSWയിൽ താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വിക്ടോറിയയിൽ താമസിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നിങ്ങളുടെ വീട് എവിടെയാണോ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിനോട് അടുത്ത് വാങ്ങിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ NSWയിൽ താമസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ നിയർ ബൈ സബർബുകളിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ബഡ്ജറ്റ് വേണ്ടി വരും. കാരണം NSWയിൽ നിങ്ങൾക്കറിയാം പ്രോപ്പർട്ടി വാല്യൂ അത്രയും ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ബഡ്ജറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ വേറെ അടുത്തൊരു സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്മാനിയ, അല്ലെങ്കിൽ വിക്ടോറിയ, അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റീജിയണൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മേ ബി 500-600Kക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ 1 മില്യൺ നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങളൊരു 500Kക്കോ 600Kക്കോ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫിനാൻഷ്യലി വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഏരിയനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആ ഏരിയനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുക. ആദ്യം NSW സിഡ്നിയിലെ കാര്യം ഞാൻ പറയാം. സിഡ്നിയിൽ ഇപ്പോൾ ഒരു ആവറേജ് വീടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4 to 1.6 മില്യൺ ആണ്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പല പ്രോപ്പർട്ടികൾക്കും മോർ ദാൻ 1 മില്യൺ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴും പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അത് വാങ്ങിക്കാനുള്ള അതിൻ്റെ ട്രാൻസാക്ഷൻ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വരുന്ന ഒരാൾ ഒരു 1.4-1.5 മില്യൺ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ബയേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലും കുറവായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഏത് വീടാണോ മാർക്കറ്റിൽ കൂടുതലായിട്ട് സെല്ലാവുന്നത്, ഏതൊരു വീടിന് അതിനാണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സെർട്ടൈൻ പ്രൈസിന് മേലെയുള്ള പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സിഡ്നിയിൽ അല്ലെങ്കിൽ NSW മേജർ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. അതിൻ്റെ മെയിൻ കാരണം അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫാമിലിയിൽ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ 2 പേരും കൂടെ ബോറോ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ. മേ ബി 800 or 1 മില്യൺ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 1 മില്യൻ്റെ മേലെയുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റേഞ്ചിലുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ആളുകളുടെ അഫോർഡബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഫോർഡബിലിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. ഇനി അടുത്തത് വിക്ടോറിയയിൽ. നിങ്ങൾക്കറിയാം, വിക്ടോറിയയിൽ കഴിഞ്ഞൊരു 4-5 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വിക്ടോറിയയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2020 ഒരു വിക്ടോറിയയിൽ വീട് വാങ്ങിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടാവുക. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് അവർക്ക് ഗ്രോത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഡെസ്പറേറ്റ് ആയിട്ട് പ്രോപ്പർട്ടി വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മെൽബണിൽ പല ആളുകളും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 5 വർഷം എവിടെയാണോ നല്ലതിൽ ഗ്രോ ചെയ്തത് എന്ന് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞ 5 വർഷം എവിടെയാണ് ഗ്രോ ചെയ്യാത്തത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അടുത്ത സൈക്കിളിൽ നമുക്കവിടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരു ഏരിയയിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും, പിന്നെ ഒന്ന് സാച്ചുറേറ്റഡ് പോയിൻ്റ് ഉണ്ട്, പിന്നെ മേലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മെൽബണിലെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷം അധികം ഗ്രോ ചെയ്യാത്ത സ്ഥലങ്ങളാണ് അധികമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം മുന്നത്തെ വിലയ്ക്കാണ് നമുക്കിപ്പോൾ ഓരോ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പല ഏരിയയിലും ഓവർ സപ്ലൈ ഉണ്ട് മെൽബണിൽ പല സബർബുകളിലും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വാങ്ങിക്കാൻ പോകുന്ന ഏരിയയിൽ
അവിടെയുള്ള സപ്ലൈനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്ട്രഗിളായിട്ട് മാറും. കാരണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് നമുക്ക് അതിനകത്ത് നിന്ന് റെൻ്റൽ ഈൽഡ് വേണം, ഗ്രോത്ത് വേണം. അപ്പോൾ ഓവർ സപ്ലൈ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെനൻസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റെൻറ്റ് കൂടുന്നതിൻ്റെ കാര്യത്തിലും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വിക്ടോറിയയിലും മെൽബണിലും വാങ്ങിക്കുന്ന സമയത്ത് ഓവർ സപ്ലൈ ഉള്ള ആണെങ്കിൽ ആ ഏരിയ സ്കിപ്പ് ചെയ്യണം. ഇനി ക്യൂൻസ്ലാൻഡിൻ്റെ കാര്യം പറയാം. ക്യൂൻസ്ലാൻഡിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു 5 വർഷം 2020 മുതൽ നോക്കിക്കഴിഞ്ഞാൽ പല സബബുകളും ക്യൂൻസ്ലാൻഡിൽ 80 മുതൽ 100% വരെ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇനി അവിടെ ഗ്രോ ചെയ്യില്ല എന്നല്ല. ക്യൂൻസ്ലാൻഡിൽ നമുക്കറിയാം ഒളിമ്പിക് 2032 ഒളിമ്പിക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. കഴിഞ്ഞൊരു 5 വർഷം ഓരോ സബർബിലും 80 to 100% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത് അത്രയും പീക്ക് വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ 800 900 കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബെറ്റർ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു 600-700 റേഞ്ചിൽ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ക്യൂൻസ്ലാൻഡ് നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ. പല സ്ഥലങ്ങളിലും നമ്മൾ ആ ഏരിയയിൽ വാങ്ങിക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻഷുറൻസ് കോസ്റ്റ് ശ്രദ്ധിക്കുക, കൗൺസിൽ റേറ്റ് ശ്രദ്ധിക്കുക, അവിടെ കഴിഞ്ഞ 5 വർഷം എത്ര ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക, അവിടെ എത്രത്തോളം സപ്ലൈ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് നോക്കുക, ആ ബഡ്ജറ്റിന് സൂട്ടബിൾ ആവുന്ന ലൊക്കേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പെർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർത്തിലെ പല ഏരിയകളിലും നമുക്ക് ഹൈ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഹൈ റെൻ്റൽ ഈൽഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. പെർത്തും ക്യൂൻസ്ലാൻഡിലെ പോലെ തന്നെ കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 to 90-100% ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അവിടെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അവിടെയും കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് അതുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ പെർത്തിലെ പല സബർബുകളിലും നമുക്ക് ഹൈ റെൻ്റൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക നിങ്ങളുടെ ബഡ്ജറ്റിൽ സൂട്ടബിൾ ആവുന്ന. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാല്യൂഷൻ കാണുന്നത് എത്രയാണോ അതിനേക്കാളും കൂടുതൽ വാല്യൂ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. അവിടെ ഡിമാൻഡ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെർത്ത് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ബഡ്ജറ്റ് നോക്കണം, ലൊക്കേഷൻ നോക്കണം, ആ ഏരിയയിലെ സപ്ലൈനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏരിയ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പെർത്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ബഡ്ജറ്റ് കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്രോത്ത് ഒരു 60 to 80% മേലെ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം പെർത്തിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത്. അഡ്ലൈഡിലെ കാര്യം പറയുകയാണെങ്കിൽ അഡ്ലൈഡിൽ വേക്കൻസി റേറ്റ് വളരെ ടൈറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു 5 വർഷം 70% ആവറേജ് പല ഏരിയകളിലും ഗ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് പ്രോപ്പർട്ടികൾ കണ്ടുപിടിക്കാവുന്നതാണ് അഡ്ലൈഡിൽ. അവിടെ വേക്കൻസി റേറ്റ് കുറവാണ്, ഹൈ ഡിമാൻഡുള്ള ഏരിയയാണ്. നമുക്ക് അഡ്ലൈഡ് അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയിലെ പല റീജിയണൽ സഭകളിലും ഇപ്പോഴും 400-500 റേഞ്ചിൽ പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റെൻ്റൽ ഈൽഡും ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്ലൈഡ് അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയിലെ പല റീജിയണൽ ഏരിയയും കൺസിഡർ ചെയ്യാവുന്നതാണ് പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. ഇനി റീജിയണൽ ഏരിയാസ്, ഫോർ എക്സാമ്പിൾ NSWയിലെ റീജിയണൽ ഏരിയ പല ഏരിയകളും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു 700-600 റേഞ്ചിൽ പ്രോപ്പർട്ടി കിട്ടുന്ന പല റീജിയണൽ ഏരിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ടാംവർത്ത്, ഡബ്ബോ, ഓറഞ്ച്, ഇവിടെയൊക്കെ നമ്മളൊരു 700-800 റേഞ്ചിൽ പ്രോപ്പർട്ടി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയും വക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയും നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആ ഏരിയയിലെ സപ്ലൈ, ഡിമാൻഡ് എല്ലാം നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. പല ആളുകളും എപ്പോഴും റീജിയണൽ ഏരിയ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ര താല്പര്യം കാണിക്കാറില്ല. കാരണം അത് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന പലരുണ്ട്. പക്ഷേ നമ്മളൊരു ഗ്രോത്ത് നോക്കുന്നത് റീജിയണലാണോ ക്യാപിറ്റൽ സിറ്റി ആണോ നോക്കിയിട്ടല്ല. ഗ്രോത്ത് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ആ ഏരിയയിലെ സപ്ലൈ അല്ലെങ്കിൽ ആ ഏരിയയിലെ ഷോർട്ടേജ്, ആ ഏരിയയിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അതിനനുസരിച്ചാണ് അവിടെ റെൻറ്റ് കൂടുന്നതും പ്രോപ്പർട്ടി വാല്യൂ കൂടുന്നതും. അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്യുന്ന മാർക്കറ്റിൽ സപ്ലൈ കുറവാണ്, ഷോർട്ടേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അത് റീജിയണലാണോ ക്യാപിറ്റൽ സിറ്റി ആണോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ആ ഏരിയയിൽ എത്രത്തോളം സപ്ലൈ ഉണ്ട്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ NSWൻ്റെ റീജിയണൽ പല ഏരിയകളിലും നമുക്കൊരു 600 to 800 ആ റേഞ്ചിൽ പ്രോപ്പർട്ടി കിട്ടാവുന്നതാണ്. അതായത് ന്യൂ കാസൽ ഏരിയ, അതും കൺസിഡർ ചെയ്യാവുന്ന ഏരിയയാണ്. ഒരു 800 റേഞ്ചൊക്കെ നമുക്കവിടെ പ്രോപ്പർട്ടി അച്ചീവബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലെ റെൻ്റൽ ഈൽഡും നിങ്ങൾ കൺസിഡർ ചെയ്യണം. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഷോർട്ട് ഫോൾ വരും, അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൊണ്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. ന്യൂ കാസലിലെ പല ഏരിയകളും നമുക്ക് ഒരുപാട് ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുക അവിടെ എത്രത്തോളം സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആൻസർ പറയാൻ പറ്റില്ല എവിടെയാണെന്നുള്ളത്. ഇത്
ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇന്ന സ്ഥലം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ ബഡ്ജറ്റിൽ സ്റ്റിക്ക് ടു ദ ബഡ്ജറ്റാണ്. അതായത് ഇപ്പോൾ പല ആളുകളും ചെയ്യാന്ന് വെച്ചാൽ അവർ ബോറയും 800 ആണെങ്കിൽ അവർ മാക്സിമം എമൗണ്ട് ഉപയോഗിച്ചിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നോക്കും. അത് തെറ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങളെപ്പോഴും ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇപ്പോൾ 800 ആണ് ബഡ്ജറ്റിൽ ഒരു 600 വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല ഏരിയ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് വീട് മേടിക്കണമെന്ന് പല ആളുകളും വിചാരിക്കും. അത് തെറ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ സൂട്ടബിൾ ആവുന്ന എന്നാൽ റിസ്ക് ഫാക്ടർ കുറവുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഡാറ്റാസ് നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേ വരെ നമുക്ക് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റോങ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോനെ ബാധിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഡാറ്റ റിസർച്ച് നടത്തിയിട്ട് റൈറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ടെസ്മാനിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2000 മുതൽ 2020 വരെ അല്ലെങ്കിൽ 2022, 2023 വരെ അവിടെ ഗ്രോത്ത് അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ ടെസ്മാനിയയിലെ പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വരും വർഷങ്ങളിൽ. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ടെസ്മാനിയയിലെ പല സ്ഥലങ്ങളിലും. അപ്പോൾ ടെസ്മാനിയ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓരോ ആളുകളുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ 2ാമത്തെ 3ാമത്തെയാണ് പ്രോപ്പർട്ടി മേടിക്കുന്നതിൽ നിങ്ങൾ ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു റൈറ്റ് ആൻസർ ഇല്ല, ഇതാണ് ഈ ഒരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ ഗോൾ ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ ഏജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇതെല്ലാം നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആണ് ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ആ ഏരിയയിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഡു പ്രോപ്പർ റിസർച്ച് ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ. ബൈയിങ് എ പ്രോപ്പർട്ടി ഈസ് എ ലോങ് ടൈം ഹ്യൂജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇമ്പാക്ട് യുവർ റെസ്റ്റ് ഓഫ് യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളതല്ല എവിടെ വാങ്ങിക്കുന്നു, എങ്ങനെ വാങ്ങിക്കുന്നു, നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് മീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് കാര്യം. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം സുദേശ്, working as a buyer's agent. I help busy professionals like you grow wealth through real estate. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ്, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ചെയ്യുക. ഇത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു ഗൈഡ് യു.